ദീപ്തി മേരി വർഗീസ്, വി കെ മിനിമോൾ, ഷൈനി മാത്യു ഇവരിൽ ഒരാൾ കൊച്ചി മേയറാകുന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. എന്നാൽ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നേതൃത്വത്തിന് മുന്നിൽ വ്യക്തതയായി ഒരു റിസൾട്ട് വന്നിട്ടില്ല. ദീപ്തി മേരി വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോഴും വലിയ ഭിന്നതയാണെന്നാണല്ലോ കേൾക്കുന്നത്. അത് പാർട്ടിയുടെ നേതൃത്വം കൂടിയാലോചിച്ച് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും എടുക്കുക. ഇത്തരത്തിലൊരു അവകാശവാദം അല്ലെങ്കിൽ താങ്കൾ KSU കാലം മുതൽ നിന്നു അല്ലെങ്കിൽ ഒരു അവകാശവാദവുമില്ല. എന്നോട് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞു, പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞു, മത്സരിച്ചു. വലിയ വിജയം ഉണ്ടാകാനുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞു, അത് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ആര് വേണമെന്നുള്ളത് അതും നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. ഈ മേയർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇത്രയും നാൾ സംഘടനാ പാരമ്പര്യം അതുൾപ്പെടെ പരിഗണിക്കണമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി നോക്കണം. ഇപ്പോൾ പല ഘട്ടത്തിലുള്ള സമവാക്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൂടി നോക്കണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതാണെന്ന ബോധ്യമുണ്ടോ? നമ്മളുടെ ഈ കമ്മിറ്റിയിലിരിക്കുന്ന ആളുകളും അതുപോലെ ഉയർന്ന കമ്മിറ്റിയിലിരിക്കുന്നവരും ഒക്കെ തന്നെ ഇതെല്ലാം നല്ല ബോധ്യമുള്ള ആളുകളാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ. പ്രത്യേകിച്ച് എറണാകുളത്ത് പ്രതിപക്ഷ നേതാവാണ് അതിനെ ലീഡ് ചെയ്യുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത കാര്യങ്ങളല്ലല്ലോ, ഏതൊക്കെ പരിഗണിക്കണം, എന്തൊക്കെ ക്രൈറ്റീരിയ പരിഗണിക്കണം എന്നൊക്കെ അറിയാവുന്ന ആളാണല്ലോ. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏറ്റവും നീതിപൂർവമായ ഒരു തീരുമാനം വരും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും വലിയ അനിശ്ചിതത്വവും ഭിന്നതയും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് ഉള്ളതായാണ് ബോധ്യമാകുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.